അങ്ങനെ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാമ്പിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തിരുന്നു സഞ്ജു സാംസൺ ഇന്ന് എത്തും എന്നുള്ള കാര്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പൊ കുറെ ആൾക്കാർ ഫേക്ക് അടിച്ചിരുന്നു, ഫേക്ക് ന്യൂസ് ആണ്, ഇവൻ തള്ളുകയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് അന്വേഷിച്ച് പിടിച്ച് എന്ത് ന്യൂസ് ചെയ്യുകയാണെങ്കിലും ഞാൻ ഫേക്ക് ന്യൂസ് ഒന്നും ചെയ്യാറില്ല. ഞാൻ പക്ക എല്ലാ കാര്യങ്ങളും എല്ലാം അതിന് ജെനുവിൻ സോഴ്സ് എല്ലാം അന്വേഷിച്ച് പിടിച്ചിട്ടേ ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യുള്ളൂ. അങ്ങനെ അതൊക്കെ നമുക്ക് വിടാം. അങ്ങനെ സഞ്ജു രാജസ്ഥാൻ റോയൽസിന്റെ ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ്. വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പല ന്യൂസുകളുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ആദ്യത്തെ 3 മത്സരങ്ങൾ നഷ്ടമാകും, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഏതായാലും സഞ്ജു രാജസ്ഥാൻ ക്യാമ്പിൽ എത്തിയത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, ഇംഗ്ലണ്ടിനെതിരെയുള്ള അവസാന T20 മത്സരത്തിൽ സഞ്ജു സാംസന്റെ കൈവിരലിന് പരിക്കേൽക്കുകയായിരുന്നു. ജോഫ്ര ആർച്ചറുടെ പന്ത് അദ്ദേഹത്തിന്റെ വിരലിന് പതിച്ച് അദ്ദേഹത്തിന്റെ വിരലിന് പൊട്ടലേൽക്കുന്നു. അതിനുശേഷം സർജറിക്ക് വിധേയനാകുന്നു. പിന്നീട് കുറച്ചു കാലമായിട്ട് സഞ്ജു സാംസന് രഞ്ജി ട്രോഫി കളിക്കാൻ പറ്റിയില്ല. അങ്ങനെ പല മത്സരങ്ങൾ നഷ്ടമായി. സഞ്ജു സാംസൺ NCAയിലായിരുന്നു. ഏതായാലും അദ്ദേഹം ബാറ്റിങ്ങിനുള്ളതും അതുപോലെ കീപ്പിംഗ് നടത്താനുള്ള പൂർണ്ണ ഫിറ്റ്നസ് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും സഞ്ജു ജോയിൻ ചെയ്തിട്ട് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എന്നാൽ മറ്റൊരു കാര്യം, ഗുജറാത്ത് ടൈറ്റൻസ് ഇത്തവണത്തെ IPL ഓപ്ഷനിൽ ടീമിലെത്തിച്ച താരമായിട്ടുള്ള ജോസ് ബട്ട്ലറും ഗുജറാത്ത് ടൈറ്റൻസിന്റെ ക്യാമ്പിലെത്തി എന്നുള്ളതാണ്. ഏതായാലും ജോസ് ബട്ട്ലർ ഇത്തവണ രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയല്ല കളിക്കുന്നത്, ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടിയാണ് കളിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട 2 അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോക്ക് താഴെ കമന്റ് ആയി രേഖപ്പെടുത്തൂ.